മെഗാ കഴിഞ്ഞ ദിവസം നടി ആക്രമിക്കപ്പെട്ട കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ്റെ ഒരു വീഡിയോ പ്രചരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത ഇപ്പോൾ ഒരു കേസ് നൽകിയിരിക്കുകയാണ്. തൻ്റെ പേര് ദുരുപയോഗിച്ച് ഇത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുന്നുവെന്ന്. നമ്മളെല്ലാവരും തന്നെ പലരുടെയും സ്റ്റാറ്റസ് വഴിയും അല്ലെങ്കിൽ പല പേട്ടൻ ഫാൻസിൻ്റെയും PR വഴിയും എല്ലാം തന്നെ ആ വീഡിയോകൾ കണ്ടതാണ്. എവിടെയാണ് മാർട്ടിൻ പറഞ്ഞതിൽ പാളിപ്പോയത്? സ്ക്രിപ്റ്റ് ഒക്കെ നല്ലായിരുന്നു. ഒരു പകുതി വരെ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഈ പഠിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു പ്രസംഗം പഠിക്കുകയാണ്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രസംഗമൊക്കെ കാണാതെ പഠിച്ച് പറയുമ്പോൾ ഒരു 5 പാരഗ്രാഫ് ഉണ്ടെന്ന് വിചാരിച്ചു. ആദ്യത്തെ 2 പാരഗ്രാഫ് സൂപ്പറായിട്ട് പഠിക്കും, പിന്നെ എല്ലാം തട്ടിക്കൂട്ടും. അവിടെയാണ് മാർട്ടിനും സംഭവിച്ചത്. മാർട്ടിൻ ഇങ്ങനെ വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി ഇടയ്ക്ക് കൊച്ചിന്ന് വലത്തോട്ടായിരുന്നു ഇടത്തോട്ടായിരുന്നു ഓർമ്മ വരുന്ന കുറഞ്ഞില്ല വയറ്റിലേക്ക് തത്തമ്മേ പൂച്ച പൂച്ച. ആ വീഡിയോയുടെ താഴെ കാണാം തത്തമ്മേ പൂച്ച പൂച്ച. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്ക്രിപ്റ്റ് എല്ലാം പാളി. മറ്റൊരു വീഡിയോ കണ്ടിരുന്നത് ദിലീപ് ഏട്ടനെ ഇത്തരക്കാർ ഇതിനു മുമ്പും ഗ്രേസി ഗോപാലിന്റെ സെറ്റിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു, അദ്ദേഹം വധിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പുഴയിലേക്ക് ചാടിയപ്പോൾ ആർട്ടിലുണ്ടായിരുന്നവർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ വേറെ ആരോ വടം വിട്ട് പിടിച്ച് കയറ്റി വന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായി മാർട്ടിനാണ് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. പിന്നെ പോറ്റിയെ കയറ്റി. മാർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വീഡിയോയില് ഇത് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് ആരായാലും കുറച്ചുകൂടെ കൃത്യമായി. ഇവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ ബന്ധമുള്ള ആൾക്കാരല്ലേ. ഇപ്പോൾ ഈ പേട്ടൻ ഫാൻസ് പറയുന്ന പോലെ ദിലീപ് അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ തന്നെയല്ലേ. സ്ക്രിപ്റ്റ് എഴുതുമ്പോ അതെങ്കിലും ഒന്ന് വൃത്തിക്ക് എഴുതാൻ നടുക്ക് വെച്ച് പൊളിഞ്ഞു പോയി. അതായത് പാലാരിവട്ടം പൈപ്പ് ലൈൻ മുതൽ ഇങ്ങോട്ട് വൈറ്റില വരെയുള്ള ഭാഗങ്ങൾ പൊളിഞ്ഞ് പാളീസായി. അതായത് ചിക്കൻ കഴിച്ചിട്ട് കയറുകയാണെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കോഴി വരെ പോകുന്ന അവസ്ഥയിലേക്കുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. മറ്റൊരു കാര്യം പറയട്ടെ, അതിനകത്തുള്ള വേറൊരു കാര്യം കൂടെ പോയിന്റ് ചെയ്തോട്ടെ. ഇപ്പൊ ഞാൻ കെബിനെതിരെ ഞാനും രോഹിത്തേട്ടനും ജയ്സലും ഇവരും കൂടെ ആദിത്തും കൂടി ഒരു ഗൂഢാലോചന നടത്തി. എന്നിട്ട് കെബിൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറങ്ങാൻ നേരത്ത് ഞാൻ പറയുക, അതെ എടാ ജയ്സലെ രോഹിത്തേട്ടനെ ഞാനും ആദിത്തും കൂടെ പ്ലാൻ ചെയ്തില്ലേ, അതുപോലെ ചെയ്യാം. അത് എവിടെ വെച്ച്? ഗോവയിൽ വെച്ച്. നമ്മള് ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തില്ലേ ഇവിടെ കൊല്ലാന്ന്. ആ സാധനമായിരുന്നു. അതായത് വേറൊരു വിറ്റില്ല. ഞാൻ ലാലിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുചെന്ന് ഇറക്കണേ. ഞാൻ മഞ്ജു വാര്യരോടും ലാലിനോടും ശ്രീകുമാർ മേനോനോടും പറഞ്ഞിട്ടുണ്ട്. അവിടെ തൊട്ട് ഈ സാധനം പൊളി. എന്നിട്ട് ലാൽ അവിടെ ചെന്നപ്പോ എന്റെ ഉടുപ്പിൽ പിടിച്ച് 2 കുലുക്ക് 2 കുലുക്ക് കുലുക്കിയിട്ട് ചോദിക്കും എന്ത് വാടാന്ന്. ഒന്നും പറയാനില്ല. ലാൽ അപ്പൊ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതാണ് കേട്ടോ. അതെ, അദ്ദേഹം വയറുവേദനയായിട്ടാണ് ചെന്ന് വീണത് എന്നാണ് ലാൽ ആ ഘട്ടത്തിൽ പറഞ്ഞത്. അപ്പൊ വയറിൽ പിടിച്ച ഞാനൊരു ബൈറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. വയറിൽ പിടിച്ച് വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ മനസ്സിലായി ഇവൻ കള്ളനാണ്. പക്ഷെ ഇതില് വയറുവേദന സാധനം വന്നിട്ടില്ല. പക്ഷേ PT തോമസ് ഇപ്പൊ എല്ലാരും PT തോമസിനെ കുറ്റപ്പെടുത്തുമല്ലോ. PT തോമസ് എന്താ വിഷയം? നമ്മുടെ തന്നെ പാർട്ണർ ചാനലിലൂടെ പോപ്പിൻസിൽ നിന്നുള്ള റീല് പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ പോലീസിനും ആൾക്കാർക്കും ലാല് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല, PT തോമസിന് മനസ്സിലായില്ല. ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ പറഞ്ഞത് മനസ്സിലാവാത്തതുകൊണ്ട് മൊഴി രേഖപ്പെടുത്താൻ പറ്റാത്തൊരു കേസായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ മാർട്ടിന്റെ വീഡിയോ ഇത് നേരത്തെ ചിത്രീകരിച്ചത് വെച്ചായിരിക്കും അല്ലേ? ഇപ്പൊ പുള്ളി പുറം ലോകം കാണാതെ 20 വർഷം ലോകത്താണെന്നാണ് അറിയാൻ സാധിച്ചത്. അതെ, അകത്താണ്. അപ്പോൾ ഇത് നേരത്തെ ചിത്രീകരിച്ചു. ക്യാമറയ്ക്ക് പിന്നിൽ ആരോ ഉണ്ട്. ഇങ്ങനെ എന്തോ ചോദിക്കോ പറയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സിനിമയിൽ ഒരു സാധനമുണ്ട്, അമ്മൂമ്മയെ പിടിച്ചു നിർത്തിയിട്ട് കണ്ണിലുണ്ണിയാണ്, കണ്ണിലുണ്ടമ്പുരിയാണ്. അതേപോലെ തന്നെ ഞാനും ലാലും മഞ്ജുവും ശ്രീകുമാർ മേനോനുമായി ഒരു പുട്ടിന് പീരിയിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് 2 ചുംബനം. വണ്ടി തുറന്ന് ഇറങ്ങിയിട്ട് അവരങ്ങനെ ഇങ്ങനെ ചുംബിച്ചു. ഞാൻ പിന്നെ വിചാരിച്ച സിനിമയിലുള്ള ആൾക്കാരല്ലേ, പറയുന്നതിനൊരു ലോജിക്ക്. പോരാത്തതിന് അതിജീവിതയുടെ പേരെടുത്ത് പറയാൻ കാണിച്ച ആ ഒരു ബുദ്ധിമോശം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ അവസാനം ഇത് കുറ്റം തെളിഞ്ഞു. അവരൊക്കെ 20 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. ഇനി എങ്ങനെയെങ്കിലും ഇനി അടുത്ത പരിപാടി പിടിക്കണം, വെളുപ്പിക്കൽ. അതാണ് ഇനി അടുത്ത പരിപാടി. ഇനി പേട്ടൻ ഫാൻസ് നല്ല കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് അതിജീവിതയുടെ ഭാഗത്തുനിന്ന് പാളിച്ചകൾ ഉണ്ടായിട്ടില്ലേ? അതിജീവിതയ്ക്കൊന്ന് വണ്ടി തിരിച്ചാ പോരായിരുന്നോ, കടിച്ചാ പോരായിരുന്നോ, ഒരു തട്ടിയാ പോരായിരുന്നോ? അങ്ങനെ കുറേ ന്യായങ്ങളുമായിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്.
എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൾ എന്താ അങ്ങനെ ചെയ്യാത്തെ എന്ന് ചോദിക്കുന്ന എന്ത് ദൗർഭാഗ്യകരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പുറത്തുള്ള ആൾ എന്തിനത് ചെയ്തു, ഇയാൾക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് മേളിൽ കൈ വയ്ക്കാൻ തോന്നിയത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ പുറത്ത് ലൈംഗിക ചുവയോടെ കൈ വയ്ക്കാൻ ഇവർക്ക് എങ്ങനെയാണ് തോന്നിയത് എന്നല്ല ചിന്തിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ആ കുട്ടി എന്തുകൊണ്ട് അത് ചെയ്തില്ല. മാർട്ടിൻ പറഞ്ഞൊരു വേറൊരു കാര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിജീവിത മാർട്ടിന്റെ അടുത്ത് പറഞ്ഞെന്ന് ഇതൊന്നും ലാലിനോട് പറയണ്ട, വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കുന്നതെന്ന്. അതല്ല, ഇറങ്ങിയ നേരത്ത് ജീൻ പോൾ ചോദിച്ചു ഇവനെ എന്താ ചെയ്യേണ്ടത്, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിജീവിത എന്നോട് പറയാണ്, നീ ഇതാരോടും പറയരുത്, അവൻ നിന്നെ കൊന്നു കളയും, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് വിടുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് കറക്റ്റ് ലാലിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കി. അവിടെ ചെന്നപ്പോ ലാലി പിടിച്ച് കുലുക്കി. അപ്പൊ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു. തത്തമ്മേ പൂച്ച പൂച്ച ഒട്ടും അല്ല, ആദ്യത്തെ ഒരു മിനിറ്റ് ഒക്കെ കാണുമ്പോൾ ഒരു സാധാരണക്കാരന് ഒരു ഭയങ്കരമായ ഇൻവോൾവ്മെന്റ് ആ വീഡിയോയിലേക്ക് വരും. ആദ്യമൊക്കെ എനിക്ക് കണ്ടപ്പോ ഇതില് എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, ഇയാൾ എന്തുകൊണ്ട് ഇത്രയും നാള് പറഞ്ഞില്ല, എന്തായാലും ഈ വീഡിയോ നേരത്തെ എടുത്തു വെച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് എന്തുകൊണ്ട് ഇപ്പൊ പുറത്തു വിട്ടു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ പകുതിക്ക് ശേഷം പറഞ്ഞപ്പോ മറ്റേ സിനിമ പോലെ ആ ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് പൊട്ടിപ്പാളി. വേറൊരു സാധനമുണ്ട്, എന്നോട് ലാല് പറഞ്ഞിരുന്നു അവിടെ ചെല്ലുമ്പോ തന്നെ ഫോണ് അതിജീവിതയുടെ കയ്യിൽ കൊടുത്തേക്കണം എന്തോ, എന്നിട്ട് ഇവിടെ എത്തുമ്പോ അമ്മയുടെ കയ്യിൽ വിളിക്കാനെന്ന് പറഞ്ഞ് എന്റെ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, അതില് വിളിച്ചതാ ഞാൻ. പറയുന്നവർക്കോ എഴുതി കൊടുക്കുന്നവർക്കോ ഒക്കെ ഒരു ഇച്ചിരി ബോധം. അതെ, PR ചെയ്യുന്ന ആരായാലും വേണ്ടി PR ചെയ്യുന്ന ആരായാലും അതല്ല, പേട്ടൻ ഇനിയെങ്കിലും ചിന്തിക്കണം, ഒരു നല്ലൊരു PR ഏജൻസിക്ക് കൊടുക്കണം. ഈ ചോക്ലേറ്റ് പരിപാടി ഒന്നും ഇപ്പൊ നടക്കില്ല. പഴയ അല്ല, ഇത് എന്താണ് ഈ മാർട്ടിന്റെ സ്ക്രിപ്റ്റിൽ പോലെ അപ്ഡേഷൻ ഇല്ലാത്തതാണ് തകർന്നു പോകാൻ കാരണം. ദിലീപിന്റെ പുതിയ സിനിമകൾ പോലെ പഴയ ട്രാക്ക് പിടിക്കുന്നതാണ്. ഇപ്പോൾ വരുന്നതോടുകൂടി 18-ാം തീയതി ഏട്ടന്റെയും പേട്ടന്റെയും പ്രത്യേകിച്ച് പേട്ടന്റെ റീ എൻട്രി നടക്കുമോ എന്നുള്ള കാര്യം നോക്കിക്കാണണം. എന്ത് തന്നെയായാലും അതിജീവിത പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ മാർട്ടിനൊക്കെ എന്തിന്റെ കേടാണ് 20 വർഷമൊക്കെ ആയിട്ട് അങ്ങ് അവിടെ മര്യാദയ്ക്ക് കിടക്കാനുള്ളതിന്. ഇനിയും വീഡിയോകൾ പുറത്തു വരാം, ഇനിയും വീഡിയോ. അതെ, എനിക്ക് തോന്നുന്നു ഇനി ഓരോ പ്രതികളുടെ ആയിട്ട് ഇതുപോലത്തെ പുതിയ പുതിയ തിരക്കഥകൾ, ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന അടുത്ത തിരക്കഥകൾ വരും. പൾസർ സുനിയുടെ ആയിരിക്കും അടുത്ത പുറത്തു വരുന്നത്. പൾസർ സുനിയുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അതെ, അതിലൊരു എനിക്ക് എന്തോ ഒരു പാർക്കർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു അദ്ദേഹം ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് പോയി തെറ്റ്. ആ വീഡിയോക്ക് താഴെ തന്നെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം ക്ഷമ ചോദിക്കുന്നതിലല്ലേ, ഇതൊക്കെ ചെയ്യാതിരിക്കാനുള്ളൊരു മിനിമം മര്യാദ ഇല്ലാത്ത മനുഷ്യരാണല്ലോ ഇവരൊക്കെ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും അതിജീവിത പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിജീവിക്കൊപ്പം സർക്കാർ ഉണ്ടെന്നുള്ള ഉറപ്പ്, ഇനി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അതിജീവിതയെ എങ്ങും കാണാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ. കരച്ചിലൊരു ബലഹീനതയാണോ കെവിൻ? അല്ല, കരച്ചിലൊരു ബലഹീനതയല്ല, അതല്ല. അത്തരത്തിൽ എന്താണ്, അതൊരു പിതാവിന്റെ വാത്സല്യം, അതിപ്പോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞാലും അല്ല, ചോദിച്ചതേ ഉള്ളൂ. അത്തരം സാങ്കല്പികമായി അച്ഛനെ പോലെ കരുതുന്ന ഒരു വ്യക്തി കേരള സർക്കാർ മാത്രമല്ല കേരളം മുഴുവൻ സമൂഹം ഒപ്പമുണ്ട്. അതേപോലെ പിണറായി സർക്കാർ കുറച്ച് പുഴുക്കത്തുകളെ ഇങ്ങനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും ചോദിക്കുന്നു സർക്കാരിന്റെ വീഴ്ചയാണ് വീഴ്ചയാണ്. കൃത്യമായി പറഞ്ഞാൽ ഉപരിക്കോടതികളിലേക്ക് പോകുന്ന മുറയ്ക്ക് ഇവിടെ ഇനി ഇടതുപക്ഷ പിണറായി സർക്കാർ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടാവും, ഏതറ്റം വരെയും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒപ്പം നമ്മളും ഉണ്ടാകും. അതെ, സമൂഹം ഉണ്ടാകും. അതെ.